ഹലോ ഗൈസ്, പുതിയൊരു വീഡിയോസ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് വെച്ചാൽ ഗൈസ് കുറച്ച് അപ്ഡേറ്റ് ഒക്കെ ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഗൈസ് ആദ്യത്തെ അപ്ഡേറ്റ് എന്ന് വെച്ചാൽ UCL ബാർസ 1-1 സമനിലയായി. ന്യൂകാസിലുമായിട്ടായിരുന്നു കളി. ഗൈസ് 96 മിനിറ്റ് വരെ ബാർസയ്ക്ക് കാത്ത് ഇരിക്കേണ്ട വന്നു ഒരു ഗോൾ അടിക്കാൻ വേണ്ടി. 96 മിനിറ്റ് പെനാൽറ്റിയിലൂടെ യമാൽ ഗോൾ അടിച്ചിട്ടുണ്ടായിരുന്നു. ഗൈസ് ഇനി സെക്കൻഡ് ലെഗ് നമുക്ക് കറക്റ്റ് കാര്യം അറിയാം ജയിക്കുമോ നോക്കുമെന്ന്. എൻ്റെ ഒരു ഒപ്പീനിയൻ പറയുകയാണെങ്കിൽ ഉറപ്പായിട്ടും ബാർസ ജയിക്കുമെന്നാണ്. അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായം താരെ കമൻറ്റ് ചെയ്യണം. പിന്നെ UCL ഇന്ന് ബയണ്ട് കളി ഉണ്ടായിരുന്നു, 6-1 ജയിച്ചു. ഗൈസ് ഒലീസ 2 ഗോളും 1 അസിസ്റ്റും സൂപ്പർ പെർഫോമൻസ് തന്നെ കാഴ്ചവെച്ചു. പിന്നെ അത്ലറ്റിക്കോ മാഡ്രിഡും ടോട്ടനും ഉണ്ടായിരുന്നു. അത്ലറ്റിക്കോ 5-2 സുഖമായിട്ട് ജയിച്ചിട്ടുണ്ട്. ഗൈസ് ഇന്ന് റയൽ മാഡ്രിഡിൻ്റെയും മാഞ്ചസ്റ്റർ സിറ്റിയുടെയും കളിയുണ്ട്. 1:30ക്കാണ് കളി. ഗൈസ് ആര് ജയിക്കുമെന്ന് നിങ്ങൾ എന്തായാലും ഒന്ന് താരെ കമൻറ്റ് ചെയ്യണേ. ഗൈസ് റയൽ മാഡ്രിഡ് എംബാപ്പെ ഒന്നും ഇല്ലെന്നാണ് അപ്ഡേറ്റ് വന്നത്, പക്ഷേ ട്രെയിനിങ് സെഷനിൽ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം. ഗൈസ് അടുത്ത് ഇനി ISL കുറിച്ചാണ് അപ്ഡേറ്റ്. കേരള ബ്ലാസ്റ്റേഴ്സും ഫാൻസും മാനേജ്മെൻറ്റുമായിട്ടൊരു മീറ്റിംഗ് ഇപ്പം കലോലിസ് പറയുന്നതെന്ന് വെച്ചാൽ ഞങ്ങൾ കാരണമല്ല. അന്ന് കൊറോണ കാലത്ത് പെരേഡേസ്, അൽവാരോ വാസ്കസ്, ലൂണയൊക്കെ ഒരു കോംബോ ഇല്ലായിരുന്നു. അന്ന് പെരേഡേസ് പോകാൻ മാനേജ്മെൻ്റ് അല്ല കാരണം, ഇവാൻ്റെ മേൽ ആരും ഒരു വരിയും പറയുന്നില്ലെന്നാണ് ഇപ്പം അവർ പറയുന്നത്. ഇവാൻ കോച്ചിൻ്റെ തീരുമാനമാണ് ഞങ്ങൾക്ക് അന്തിമം, അല്ലാതെ ഞങ്ങൾ പൈസയ്ക്ക് വേണ്ടി ഒന്നും ചെയ്തിട്ടില്ലെന്നാണ് ഇപ്പം അവർ പറയുന്നത്. എന്തായാലും ഇതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്തായാലും ഒന്ന് താരെ കമൻറ്റ് ചെയ്യണേ. ഗൈസ് ഇനി നമ്മുടെ 14-ാം തീയതിയാണ്, ശനിയാഴ്ചയാണ് കളി, ഈസ്റ്റ് ബംഗാളുമായിട്ടാണ്. എന്തായാലും ജയിക്കുമല്ലോ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്തേക്ക്. ബൈ. അപ്പം ബൈ ഗൈസ്. റയൽ മാഞ്ചസ്റ്റർ സിറ്റി ആര് ജയിക്കുമെന്നും കൂടെ ഒന്ന് കമൻറ്റ് ചെയ്യണേ.